ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നമ്മൾക്കൊരു നാട്ടിലെത്തിയ ഫീല് തോന്നണില്ലേ? മണ്ണുകൊണ്ടുള്ള അടുപ്പും അതുപോലെ ഒരുപാട് മൺചട്ടികളും അമ്മിക്കല്ലും അതുപോലെ മരത്തിൻ്റെ കുറേ ചെയറുകളും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ കേരളത്തിലാണോ എത്തിയെന്ന് തോന്നിപ്പോവും. അതുപോലത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ ഇതുവരെയും വന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ടും ഇതൊരു ഹിഡൻ പ്ലേസ് പോലെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടപ്പോൾ എന്തായാലും ഇന്നത്തെ ഊണ് ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻറ്റീരിയർ നോക്കിക്കേ. ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾക്കൊരു പ്രത്യേക വൈബാണ് കിട്ടുന്നത്, ഒരു നാടൻ വൈബ്. പണ്ടത്തെയൊക്കെ വീട്ടിലെ ആ ഒരു ചുമരുകളൊക്കെ കണ്ട ഇങ്ങനെ മരത്തിൻ്റെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. ചെയർ വരെ ഒരു പ്രത്യേക രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ദേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷോ പീസസ് ഒക്കെ വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ദേ ഒരു ചെയർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ ബൂത്ത് പോലെ നമ്മൾക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങളും ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റോയൽ ലുക്കാണ് തരുന്നത്. ദേ നമ്മുടെ ഒരു ഗണപതിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. ന്യൂയോർക്കിലെ സ്റ്റേറ്റൻ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ലക്കർവാന എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണിത്. ഇവിടെ ശനി ഞായറും ആണ് ഇതുപോലെ ബഫേ ഉള്ളത്. അപ്പം ആ സമയത്താണ് ഈ മൺചട്ടികളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് ബഫേ പ്രിഫർ ചെയ്ത് കഴിയുമ്പോൾ ഇതിലുള്ളതെല്ലാം എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ നാടൻ ഐറ്റംസ് കിട്ടും. എന്ന് വെച്ചാൽ ശ്രീലങ്കൻ ഐറ്റംസ് ആണ്. പക്ഷേ നമ്മൾക്കും ശ്രീലങ്കക്കാർക്കും തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിപ്പീസൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള വിഭവങ്ങളൊക്കെയാണ് ഇവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അപ്പമൊക്കെ ഇല്ലേ, അപ്പം പാലപ്പം പോലത്തെ അങ്ങനത്തെ സംഭവങ്ങൾ, അതുപോലെ കപ്പ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മീനിൻ്റെ വിഭവങ്ങൾ, വാഴയിലയിൽ പൊള്ളിച്ച മീൻ, അതുപോലെ കൊത്തു പൊറോട്ട ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വിഭവത്തിൽ പെടുന്ന കൊത്ത് റൊട്ടി, അങ്ങനെ പല രീതിയിൽ പല ടൈപ്പിലുണ്ടെന്ന് വെച്ചാൽ ചിക്കൻ്റെ റൊട്ടി ഉണ്ട്, അതുപോലെ വെജിറ്റബിൾ കൊത്ത് റൊട്ടി, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ വാഴയിലയിൽ പൊതിഞ്ഞ് മീൽസ്, അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവരുടെ ഉണ്ട്. അപ്പം ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു വൺ ടൈം ട്രൈ ആണ്. ബഫേ എന്ന് പറയുമ്പം ഇത് $21 എങ്ങാണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കഴിഞ്ഞ സമ്മറിൽ പോയതാണ്. അതുകൊണ്ട് എനിക്ക് എക്സാക്റ്റ് എത്രയാണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഇതിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ കിട്ടും. കപ്പ വേണോ? ചട്നിയുടെ ചമ്മന്തി വേണോ? ഇത് തേങ്ങ ചമ്മന്തി. നെക്സ്റ്റ് കോക്കനട്ട് ചട്നി വേണോ? വേണ്ട. ഇത് കേൽ വേണ്ട. ഇതൊന്നും വേണ്ട. വേറൊന്നും വേണ്ടേ? പപ്പടം അത് പരിപ്പ് കറിയാണ്. വേണോ? പരിപ്പ് കറിയാണ് ആ അറ്റത്തെ. വേണോ? വേണ്ട. മിക്സ് വെജ് ശരി. അപ്പോൾ ഈ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ബഫേ ആണ് നമ്മൾക്ക്. ഇതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ വരാൻ കാരണം കപ്പ കണ്ടു. നല്ല വാഴയിലയിൽ ഇങ്ങനെ മൺചട്ടിയിൽ നല്ല മഞ്ഞ കളറിലുള്ള കപ്പ കണ്ടപ്പോൾ ഓർത്തു വരുന്ന. പിന്നെ കുറച്ച് കപ്പ കഴിക്കാമല്ലോ, കപ്പയും ചമ്മന്തി, അതുപോലെ കപ്പ മീൻകറിയും, പിന്നെ ഒരുപാട് നോൺ വെജ് ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇപ്പം നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കഴിക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ചോറാണ്. അത് നമ്മുടെ മട്ടേരി അല്ല, പക്ഷേ ഇത് റെഡ് റൈസ് ആണ്. പിന്നെ സാധാരണ റൈസ് ഉണ്ട്. പിന്നെ ഞാൻ എടുക്കാത്ത റൈസ് അത് എഗ് റൈസ് ആയിരുന്നു. പിന്നെ ഇതേ മുട്ടക്കറി ഉണ്ട്, അതുപോലെ ചിക്കൻ, പിന്നെ പോർക്ക് ഉണ്ട്, പിന്നെ കപ്പയും ചമ്മന്തിയും തേങ്ങാ ചമ്മന്തി ഉണ്ട് അടുത്ത്. പിന്നെ ഇത് കേലിൻ്റെ ഉപ്പേരിയാണ്. കേൽ എന്ന് പറയുന്ന ഒരു ചീരയാണ്, നമ്മുടെ മുരിങ്ങയിലേക്ക് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ കപ്പയൊക്കെ നമ്മൾക്ക് രണ്ടാമത്തെ ട്രിപ്പിൽ എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ചോറും കറികളൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, പൈനാപ്പിളിൻ്റെ കറിയാണ്. പൈനാപ്പിൾ ജസ്റ്റ് സിമ്പിളായിട്ട് വെച്ചിരിക്കുന്ന കറിയാണ്. അതിനകത്ത് അങ്ങനെ വലിയ മസാലകളൊന്നുമില്ല. പിന്നെ ഇത് മിക്സ് വെജിൻ്റെ ഒരു കറി. മിക്സ് വെജ് പറയുമ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്, ബ്രോക്കലി വരെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ ഇവിടെ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും കൂടിയിട്ടുള്ളതാണ്. പിന്നെ ഇതാണ് തേങ്ങ ചമ്മന്തി, അതുപോലെ കപ്പയുടെ ചമ്മന്തിയാണ് രണ്ടാമത്തത് ഇട്ടത്, നല്ല റെഡ് കളറിലുള്ള ചമ്മന്തി.
പിന്നെ ഇത് ഉള്ളി കൊണ്ടുള്ളൊരു സാലഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടം കുറച്ച് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് മുളകാണ്. മുളക് വറുത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ട് ഞാൻ അങ്ങനെ എടുത്തതാണ്. പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇത് ഭയങ്കര ഹോട്ടാണ്. നല്ല എരിവായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ വഴുതനങ്ങയുടെ ഒരു കറിയുണ്ട്, അത് ഇച്ചിരി സ്വീറ്റായിട്ടുള്ള കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ലാസ്റ്റ് എടുത്തതാണ് പരിപ്പ് കറി. പരിപ്പ് കറി എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന പരിപ്പിൻ്റെ അല്ല, മറ്റേ ചനാദാൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പരിപ്പായിരുന്നു. എന്ന് വെച്ചാൽ ചനാദാലായിരുന്നു ആ പരിപ്പ് കറിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അതിനകത്ത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ എഗ്ഗ് എന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, അമ്മിക്കല്ലും അതിനകത്ത് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറി അപ്പുറത്തിരിക്കുന്നത് അത് ഭയങ്കര പ്ലെയിൻ ആയിട്ടായിരുന്നു. എനിക്കൊന്ന് മുട്ടയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു കറിയായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കാണുമ്പോൾ. പക്ഷേ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഏട്ടൻ പറഞ്ഞു. പിന്നെ ഇത് ചില്ലി ചിക്കൻ ആണ്. പക്ഷേ ചിക്കൻ അങ്ങനെ അത്ര ഇതുള്ളതല്ല, അതിൻ്റെ മാംസമൊന്നും കൂടുതൽ ഇല്ലാത്തതായിരുന്നു. പിന്നെ ഇത് പോർക്കിൻ്റെ കറി. പിന്നെ നമ്മുടെ കപ്പ, അതിൻ്റെ സൈഡിലുള്ള ചമ്മന്തിയാണ് കപ്പയ്ക്ക് കൂടെയുള്ള ചമ്മന്തി. പിന്നെ അല്ലാത്തത് നമ്മുടെ തേങ്ങ ചമ്മന്തി. കണ്ടോ, ഈ വാഴയിലയിൽ വെച്ചിരിക്കുന്നത് കാണാനൊരു ഭംഗിയാണല്ലേ, നല്ല രസമുണ്ട്. ആ കേലിൻ്റെ ഉപ്പേരിയൊക്കെ കാണുമ്പോൾ ശരിക്കും നല്ലോണം കഴിക്കാൻ തോന്നുന്നുണ്ട്. എനിക്കിങ്ങനെ മുരിങ്ങയിലല്ലാതെ വേറൊരു ചീരയും വലിയ ഇഷ്ടമൊന്നും അല്ല. എന്നാലും പക്ഷെ അതിങ്ങനെ കണ്ടപ്പം തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ലേ ഉണ്ടാക്കിയിരിക്കണത്, അതുകൊണ്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിളിൻ്റെ കറി എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ എന്തൊക്കെയാണ് ആ കറി എന്നുള്ളതൊക്കെ. മിക്സ് വെജിൻ്റെ കറിയും കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നാനും അങ്ങനത്തെ റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ ഈ ഒരു ബൊഫേയിൽ അത് മാത്രം ഒരു കുറവായിരുന്നു. പക്ഷെ നമ്മൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അത് ചോദിക്കാം. അത് സെപ്പറേറ്റ് മെനുവിലുള്ളതാണെന്ന് മാത്രം, ബഫേയിൽ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇവിടെ ഓരോരുത്തരിങ്ങനെ പല ആളുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻസ് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ അടുത്തുള്ള ശ്രീലങ്കൻ ആളുകളും അതുപോലെ വേറെ പല ആളുകളും, ചൈനീസ് ആളുകളും അങ്ങനെയൊക്കെ ഒത്തിരി പേരെ കണ്ടു ഞങ്ങൾ വന്ന സമയത്ത്. പിന്നെ ഈ ചമ്മന്തി എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ചമ്മന്തിയും അതുപോലെ പോർക്കിൻ്റെ കറിയും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ എടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ചോറ് നമ്മുടെ ചോറും കൂടെ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ രസമായെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ചമ്മന്തിയൊക്കെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ചമ്മന്തിയും കപ്പയുടെ കൂടെയുള്ള ചമ്മന്തിയും. പക്ഷേ എരിവ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ മറ്റേ കേയിലിൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ, തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചീരുപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കപ്പ എടുത്തു. കപ്പ ശരിക്കും നന്നായിട്ട് വേവിച്ച് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്കെന്ന് പറയുമ്പം എന്നെപ്പോലെയൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ വളരെ കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇത്തിരി കഴിക്കുമ്പോഴത്തേക്കും വയറ് നിറയും. എന്നാലും കപ്പ കഴിക്കാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ചോറൊക്കെ കുറച്ച് ബാക്കി വെച്ചിട്ട് കപ്പ കഴിക്കുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഡെസേർട്ട് സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ സാബുദാനയുടെ ഒരു പായസം പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പുഡിങ്സ് ആയിരുന്നു കുറേ ഉണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ജാനൂട്ടിയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനൂട്ടിക്ക് വലുതായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഭക്ഷണമൊന്നും അധികം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്വീറ്റ്സും കൂടിയിട്ട് എടുത്ത് കഴിക്കുകയാണ്. നല്ല പുഡിങ്ങൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും അതും കൂടെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ മേളിലത്തെ ഇൻറ്റീരിയർ സംഭവങ്ങളും. ഇത് കണ്ടോ, മോറം അതിൻ്റെ കൈലുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പം പിന്നെ ഇങ്ങനെ പൈപ്പ് വരെ ഒരു മരത്തിൻ്റെ സംഭവത്തിലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കഴുകുന്ന ടാപ്പ് ഉണ്ടല്ലോ, വെള്ളം വരുന്ന ടാപ്പ്, അതൊക്കെ നല്ല രസമായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മളിവിടെ വരുമ്പോൾ ക്യാഷ് തന്നെ കൊണ്ടുവരണം, കാർഡ് എടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേ ചെയ്യാൻ പോയപ്പം അതറിയില്ലായിരുന്നു. പിന്നെ പക്ഷേ അടുത്ത് തന്നെ ATM ഉണ്ട്, അത് അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്, അടുത്ത് ATM ഉണ്ട്, പോയിട്ട് എടുത്തിട്ട് വരാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ നമ്മൾക്ക് അടുത്ത് തന്നെ എടുത്തിട്ട് വരാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. മൺചട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിലോട്ട് പോകാൻ തോന്നും. ഒരു തവണ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പം ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെയൊക്കെ ഭയങ്കര അടുത്ത് തന്നെയായിരുന്നു ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെയാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റും അതുപോലെ അവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ. ഇനി ഞങ്ങൾ കുറച്ച് ഇവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ എല്ലാവരും പോയിട്ടോ. കാരണം ഇപ്പം ഏട്ടൻ മറ്റേ ഇതെടുക്കാൻ പോയിരിക്കുകയാണ്, ക്യാഷ് എടുക്കാൻ പോയിരിക്കണതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ ഒരുപാട് സമയം കിട്ടി. ചെയറിലും ഇരുന്ന് ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ശ്രീലങ്കൻ റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരെ കണ്ടതിൽ. ബൈ.